ഇന്ന് നമുക്ക് വില്യം കോൺഗ്രീവിൻ്റെ ദ വേ ഓഫ് ദ വേൾഡ് നോക്കാം. വില്യം കോൺഗ്രീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ ആണ് ദ ഓൾഡ് ബാച്ചിലർ. അദ്ദേഹത്തിൻ്റെ വേറെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ ദ ഡബിൾ ഡീലർ, ലവ് ഫോർ ലവ്, ദ വേ ഓഫ് ദ വേൾഡ്, ദ മോർണിംഗ് ബ്രൈഡ്, ഇതൊക്കെയാണ്. ഇൻ 1691 അദ്ദേഹം ഒരു ഷോർട്ട് നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക, ഇൻകോഗ്നിറ്റ. അപ്പോൾ നമുക്ക് ദ വേ ഓഫ് ദ വേൾഡിൻ്റെ സമ്മറിയിലേക്ക് പോവാം. ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ്, പക്ഷേ ഇതിൻ്റെ ക്യാരക്ടേഴ്സും അവരുടെ റിലേഷൻഷിപ്സും എല്ലാം കൂടെ വരുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ആക്ട് ബൈ ആക്റ്റായിട്ട് പറയാതെ ആ ഒരു ഓർഡറിൽ സ്റ്റോറി പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യം തന്നെ ദ വേ ഓഫ് ദ വേൾഡിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ലേഡി വിഷ്ഫോർട്ടാണ്. ലേഡി വിഷ്ഫോർട്ട് ഒരു വിഡോ ആണ്. ജൊനാഥൻ വിഷ്ഫോർട്ടിൻ്റെ വൈഫായിരുന്നു. ഹസ്ബൻഡ് മരിച്ചുപോയി, ഇപ്പോൾ ഒരു വിഡോ ആണ്. അവർക്കൊരു മകളുണ്ട്. മകളുടെ പേര് അറബെല്ല. അറബെല്ല ഓൾസോ ഫസ്റ്റ് മാരി ചെയ്തത് ലാംഗ്വിഷ് എന്ന് പറഞ്ഞൊരാളായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ മരിച്ചുപോയി. അങ്ങനെ വിഡോ ആയതിനു ശേഷം അറബെല്ലയ്ക്ക് ഒരു മിറബൽ, എഡ്വാർഡ് മിറബൽ എന്ന് പറയുന്ന ആളുമായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. ഒരു പ്രഗ്നൻ്റ് ആണെന്നൊക്കെയുള്ളൊരു പേടിയിൽ പെട്ടെന്ന് അവർ വേറൊരാളെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ ഫൈനാൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അറബെല്ല മിസ്സസ് ഫൈനാളാണ്. അപ്പോൾ ഇതാണ് ലേഡി വിഷ്ഫോർട്ടിൻ്റെ ഫാമിലി. ഒന്നുകൂടെ പറയാം, ലേഡി വിഷ്ഫോർട്ട്, ഹസ്ബൻഡ് ജൊനാഥൻ വിഷ്ഫോർട്ട് മരിച്ചുപോയി. അതിലൊരു മകളുണ്ട് അറബെല്ല. അറബെല്ലയും ആദ്യത്തെ കല്യാണം കഴിച്ചത് ലാംഗ്വിഷ് എന്ന് പറഞ്ഞ ആളെയായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. രണ്ടാമത് വീണ്ടും വിവാഹം കഴിച്ചു, മിസ്റ്റർ ഫൈനാൾ. ഓക്കെ. അപ്പോൾ ലേഡി വിഷ്ഫോർട്ടിന് ഒരു നീസുണ്ട്. ആ നീസിൻ്റെ പേരാണ് മില്ലമെൻറ്റ്. മില്ലമെൻറ്റിനൊരു സെർവൻ്റ് ഉണ്ട്, മിൻസിങ്. ഇത്രയും ക്യാരക്ടേഴ്സാണ് ലേഡി വിഷ്ഫോർട്ടായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. മകള് അറബെല്ല അല്ലെങ്കിൽ മിസ്സസ് ഫൈനാൾ, നീസ് മില്ലമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് ഒരു ക്യാരക്ടറിനെ പറഞ്ഞു, മിറബൽ. അതായത് ലേഡി വിഷ്ഫോർട്ടിൻ്റെ മകള് വിഡോ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലവറായിരുന്നു മിറബൽ. പക്ഷെ ആ കല്യാണം നടന്നില്ല. അപ്പോൾ ഈ മിറബലിന് ഇപ്പോൾ ലേഡി വിഷ്ഫോർട്ടിൻ്റെ നീസായിട്ടുള്ള മില്ലമെൻറ്റുമായിട്ടൊരു ലവ് അഫെയർ ഉണ്ട്. പക്ഷേ ലേഡി വിഷ്ഫോർട്ട് ഒരിക്കലും ഈ ഒരു കല്യാണത്തിന് അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡി വിഷ്ഫോർട്ട് അത്യാവശ്യം നല്ലൊരു വെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലിയിലുള്ള ആളാണ്, ഉയർന്ന ക്ലാസ്സിലുള്ള ആളാണ്. പക്ഷേ മിറബലിനെ സംബന്ധിച്ചിടത്തോളം മിറബൽ അത്ര ഒരു വെൽത്തി ആയിട്ടുള്ളൊരു ആളല്ല. പക്ഷേ മില്ലമെൻറ്റും മിറബലും ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു റിലേഷനായിട്ടാണ്. അത്ര ഒരു മണി ബേസ്ഡ് ആയിട്ടല്ല, ഒരു പ്യുവർ ലവ് അഫെയർ ആയിട്ട് തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ലേഡി വിഷ്ഫോർട്ടിന് മിറബലിനോട് ദേഷ്യം വരാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ലേഡി വിഷ്ഫോർട്ട് ഒരു വിഡോ ആണ്, വലിയൊരു മകളുണ്ട്. ഇതൊക്കെ ആണെങ്കിലും, കുറച്ച് ഏജ്ഡ് ആണെങ്കിലും ലേഡി വിഷ്ഫോർട്ടിന് ഒരു ലവ് ലൈഫിനോടൊരു ഡിസയർ ഉള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അവരുടെ ഒരു ഓൾഡ് ഏജൊന്നും അംഗീകരിക്കാൻ അത്ര തയ്യാറല്ല. അപ്പോൾ മിറബല് മില്ലമെൻറ്റും ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ലേഡി വിഷ്ഫോർട്ടിനോട് വളരെ സൗഹൃദപരമായിട്ട് പെരുമാറുമായിരുന്നു. പക്ഷേ ലേഡി വിഷ്ഫോർട്ട് അത് തെറ്റിദ്ധരിച്ചു. മിറബലിന് തന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലാണ് ലേഡി വിഷ്ഫോർട്ട് വിചാരിച്ചത്. പക്ഷേ പിന്നീട് മില്ലമെൻറ്റും മിറബലും തമ്മിലുള്ളൊരു ലവ് അഫെയർ അറിഞ്ഞ സമയത്ത് ലേഡി വിഷ്ഫോർട്ടിന് താൻ ചീറ്റ് ചെയ്യപ്പെട്ട പോലെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഒന്ന് ഈഗോ ഹേർട്ടായി. അപ്പം ആ ഒരു ദേഷ്യം കൂടെ മിറബലിനോടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിറബലുമായിട്ടുള്ള വിവാഹം എങ്ങനെയായാലും ലേഡി വിഷ്ഫോർട്ട് സമ്മതിക്കില്ല. ഇവരുടെ ഒരു സൊസൈറ്റിയിൽ സ്വത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ട്. അതായത് ഒരു 12,000 പൗണ്ട്സ് മില്ലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത്രയും എമൗണ്ട് മില്ലമെൻറ്റിനുള്ളതാണ്. പക്ഷേ അതിൽ 6,000 പൗണ്ട് മാത്രമാണ് മില്ലമെൻറ്റിൻ്റെ പേരിലുള്ളൂ. ബാക്കി 6,000 പൗണ്ട്സ് ലേഡി വിഷ്ഫോർട്ട്, അതായത് മില്ലമെൻറ്റിൻ്റെ ഗാർഡിയൻ ആയിട്ടുള്ള ലേഡി വിഷ്ഫോർട്ടിൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ലേഡി വിഷ്ഫോർട്ട് പറയുന്ന ആളെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് മില്ലമെൻറ്റിന് ആ ഒരു 6,000 പൗണ്ട്സും കൂടെ കിട്ടുള്ളൂ. ലേഡി വിഷ്ഫോർട്ടിന് മില്ലമെൻറ്റിന് അവരുടെ തന്നെ നെവ്യൂ ആയിട്ടുള്ള വിൽഫുൾ വിറ്റ്വേർഡിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അതായത് സർ വിൽഫുൾ വിറ്റ്വേർഡ് എന്നൊരു ക്യാരക്ടറുണ്ട്. അത് ലേഡി വിഷ്ഫോർട്ടിൻ്റെ നെഫ്യൂ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം മില്ലമെൻറ്റിനാണ് ലേഡി വിഷ്ഫോർട്ടിൻ്റെ ആഗ്രഹം. കാരണം ഈ എമൗണ്ട് ഫാമിലിയിൽ നിന്ന് പുറത്തേക്ക് പോവില്ലല്ലോ, അവരുടെ ഫാമിലിയിൽ തന്നെ നിൽക്കും.
അപ്പോൾ അങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ മില്ലമെൻ്റ് അതിന് തയ്യാറല്ല. മില്ലമെൻറ്റിന് മിറബലിനെ തന്നെ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ലേഡി വിഷ്ഫോർട്ടിനെ കൊണ്ട് മിറബലിൻ്റെയും മില്ലമെൻറ്റിൻ്റെയും കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് മിറബൽ ഒരു പ്ലാൻ ചെയ്യാണ്, ഒരു പ്ലോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സിനോട് പരിചയപ്പെടണം. അതായത് മിസ്റ്റർ വെയ്റ്റ്വെല്ലും അതുപോലെ തന്നെ ഫോയബിളും. വെയ്റ്റ്വെൽ എന്ന് പറയുന്നത് മിറബലിൻ്റെ വീട്ടിലുള്ള സെർവൻ്റാണ്. ഫോയബിൾ എന്ന് പറയുന്നത് ലേഡി സെർവൻ്റാണ്. ലേഡി വിഷ്ഫോർട്ടിൻ്റെ വീട്ടിലുള്ള സെർവൻ്റാണ് ഫോയബിൾ. ഫോയബിൾ ഫീമെയിലാണ് കേട്ടോ, വെയ്റ്റ്വെല്ല് മെയിലും. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യാണ് മിറബലിൻ്റെ സെർവൻ്റായിട്ടുള്ള വെയ്റ്റ്വെല്ലിനെ മിറബലിൻ്റെ തന്നെ അങ്കിളായിട്ടുള്ള സർ റോളണ്ടിൻ്റെ വേഷത്തിൽ ലേഡി വിഷ്ഫോർട്ടിൻ്റെ വീട്ടിലേക്ക് അയക്കാം. എന്നിട്ട് ലേഡി വിഷ്ഫോർട്ടിനെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്തിട്ട് അവർ തമ്മിലൊരു അഫെയർ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അവസാനം കല്യാണം കഴിപ്പിക്കാം. അതായത് സർ റോളണ്ടിനെയും ലേഡി വിഷ്ഫോർട്ടിനെയും കല്യാണം കഴിപ്പിക്കാം. കല്യാണം കഴിച്ചതിന് ശേഷം മാത്രം റിവീൽ ചെയ്യാം ഇത് സർ റോളണ്ട് അല്ല, വേഷം മാറി വന്ന സെർവൻ്റ് ആയിട്ടുള്ള വെയ്റ്റ്വെല്ലാണെന്ന്. അപ്പം ഇത്രയും ഉയർന്ന ഹൈ ക്ലാസ് ലേഡി ആയിട്ടുള്ള ലേഡി വിഷ്ഫോർട്ട് ഒരു സെർവൻറ്റിനെ കല്യാണം കഴിച്ചു എന്ന് സൊസൈറ്റിയിൽ അറിയണത് വലിയ ഇഷ്യൂ ഉണ്ടാക്കും. അപ്പോൾ അത് പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നമുക്ക് ഇത് സമ്മതിപ്പിക്കാം, കല്യാണം കഴിക്കാൻ സമ്മതിപ്പിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ അപ്പോഴും മിറബലിനൊരു കൺസേൺ ഉണ്ട്. കാരണം ഇൻ കേസ് ശരിക്കെങ്ങാനും ഈ വെയ്റ്റ്വെല്ലിന്, അതായത് സെർവൻറ്റിന് ശരിക്കും ഒരു ഇഷ്ടം തോന്നിയിട്ട് ശരിക്കും കല്യാണം കഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും, സ്വത്തൊക്കെ മൊത്തം അങ്ങോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെർവൻ്റായിട്ടുള്ള വെയ്റ്റ്വെല്ലിനെ കൊണ്ട് ലേഡി വിഷ്ഫോർഡിൻ്റെ സെർവൻ്റായിട്ടുള്ള ഫോയബിളിനെ ഫസ്റ്റ് കല്യാണം കഴിപ്പിച്ച് വെക്കുകയാണ് മിറബൽ. ഓൾറെഡി അവർ തമ്മിലുള്ള കല്യാണം നടത്തി വെക്കുകയാണ്. അപ്പോൾ എന്തായാലും സെക്കൻഡ് മാരേജ് ഇല്ലീഗലായിരിക്കും, അതെന്തായാലും ലീഗലി അപ്രൂവ്ഡ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ലേഡി വിഷ്ഫോർഡിനെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തതായിട്ട് നമുക്ക് പുതിയൊരു ക്യാരക്ടറിനെ പരിചയപ്പെടാം, മിസ്സസ് മാർവുഡ്. മിസ്സസ് മാർവുഡ് എന്ന് പറയുന്നത് മിസ്റ്റർ ഫെയ്നാളിൻ്റെ മിസ്ട്രസ്സാണ്. അതായത് മിസ്റ്റർ ഫെയ്നാളിന് അറബെല്ലയെ, അതായത് ലേഡി വിഷ്ഫോർട്ടിൻ്റെ മകളായിട്ടുള്ള അറബെല്ലനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മിസ്സസ് മാർവുഡായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് മറച്ച് വെച്ചിട്ടാണ് മിസ്റ്റർ ഫെയ്നാൾ അറബെല്ലനെ കല്യാണം കഴിച്ചത്. അറബെല്ലനെ കല്യാണം കഴിക്കുന്നത് സ്വത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷവും മിസ്സസ് മാർവുഡായിട്ടൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അദ്ദേഹം കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. പക്ഷേ നമ്മുടെ അറബെല്ല മിറബലുമായിട്ടൊരു ലവ് ഉണ്ടായിരുന്നെങ്കിലും എക്സ് ലവറായിട്ടുള്ള മിറബലിനെ കല്യാണത്തിന് ശേഷം അവർ വളരെ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് തുടർന്ന് പോയത്. അവർ തമ്മിൽ വേറെ റിലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ജെയിംസ് പാർക്കിൽ വെച്ചിട്ട് അറബെല്ലയും മിസ്സിസ് മാർവുഡും കൂടി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് മിറബെല്ലും അറബെല്ലയുടെ ഹസ്ബൻഡായിട്ടുള്ള മിസ്റ്റർ ഫൈനാളും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ മിസ്സിസ് ഫൈനാൾ അതായത് അറബെല്ലയും മിറബെല്ലും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് മിറബെൽ തൻ്റെ പ്ലാനിനെ കുറിച്ച് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാനും മിലമെൻറ്റുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലോട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റിക്കുന്ന കാര്യമാണെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അറബെല്ല അതിന് സമ്മതിക്കുകയാണ്. അപ്പോൾ അതേസമയം അപ്പുറത്ത് മിസ്റ്റർ ഫൈനാളും മിസ്സിസ് മാർവുഡും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെൻ്റൊക്കെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ഫൈനാളിന് സ്വന്തം മിസ്ട്രസ്സാണ് മിസ്സിസ് മാർവുഡ് എങ്കിലും ചെറിയൊരു ഡൗട്ടുണ്ട് മിസ്സിസ് മാർവുഡിൻ്റെ പുറത്ത്. എന്ന് വെച്ചാൽ മിസ്സിസ് മാർവുഡിന് മിറബലിനോടൊരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടോ, ഒരു അട്രാക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ശരിക്കും സത്യത്തിൽ അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട് മിറബലിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് നടക്കുക. അങ്ങനെ വീണ്ടും ഇവർ തിരിച്ചു വരികയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് പോവാണ്. അടുത്തതായിട്ട് ലേഡി വിഷ്ഫോർട്ടിൻ്റെ വീട്ടിലേക്ക് മിസ്സിസ് മാർവുഡ് വരികയാണ്. അവർ ഫ്രണ്ട്സാണ്. മിസ്സിസ് മാർവുഡും കുറച്ചൊരു ഏജ്ഡായ ആളാണ്. അപ്പോൾ അവർ ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ലേഡി വിഷ്ഫോർട്ടിനെ എങ്ങനെ എൻകറേജ് ചെയ്യുകയാണ്. അതായത് മില്ലമെൻറ്റിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, വിൽഫുള്ളുമായിട്ട് കല്യാണം നടത്തണം, അതാണ് നല്ലത്. കാരണം നിങ്ങളുടെ പൈസയൊന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ വിറ്റ്വുഡുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ മിറബലിനെ നിങ്ങളുടെ സെർവൻ്റായിട്ടുള്ള ഫോയബിളിൻ്റെ കൂടെ സംസാരിക്കുന്നത് കണ്ടു. നിങ്ങളുടെ സെർവൻ്റായിട്ടുള്ള ഫോയബിളിന് നിങ്ങളുടെ എനിമി ആയിട്ടുള്ള മിറബലിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പം സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ്. അപ്പം ആ സമയം നമ്മുടെ ലേഡി വിഷ്ഫോർട്ട് ഫോയബിളിനെ വിളിച്ചിട്ട് ചീത്ത പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ എനിമി ആയിട്ടുള്ള മിറബലിനോട് സംസാരിച്ചത്. അപ്പോൾ ഫോയബിൾ ഈ പ്ലോട്ടും കാര്യങ്ങളൊന്നും പറയാതെ ഫോയബിൾ പറയും, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്, നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്.
അപ്പോൾ ഇതിനിടയ്ക്ക് വെയ്റ്റ്വെല്ല് മിറബലിൻ്റെ സെർവൻ്റായിട്ടുള്ള വെയ്റ്റ്വെല്ല് ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഇവർ തമ്മിലൊരു റിലേഷൻ ക്രിയേറ്റ് ആവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഫോയബിൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതായത് മിറബൽ നിങ്ങളെക്കുറിച്ച് വളരെ ഇൻസൾട്ടായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ലേഡി വിഷ്ഫോർഡിന് കൂടുതൽ ടെൻഡൻസി വരികയാണ്. അതായത് മിറബലിൻ്റെ അങ്കിളായിട്ടുള്ള റൗളണ്ട്, അതായത് ഈ വെയ്റ്റ്വെല്ല് സെർവൻ്റായിട്ടുള്ള വെയ്റ്റ്വെല്ല് ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിൽ വരുന്നത് മിറബലിൻ്റെ അങ്കിളാണെന്ന് പറഞ്ഞിട്ടാണ്, സർ റൗളണ്ട് ആണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ മിറബലിൻ്റെ അങ്കിളായിട്ടുള്ള സർ റൗളണ്ടിനെ കല്യാണം കഴിക്കാം. അപ്പോൾ എന്താണ്, റൗളണ്ടിൻ്റെ കയ്യിൽ നിന്ന് മിറബലിന് കിട്ടേണ്ട കാശും കൂടെ അടിച്ചു മാറ്റാമല്ലോ ഭാര്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ മിറബലിനോട് പ്രതികാരം ചെയ്യാന്നുള്ള രീതിയിൽ എന്നാൽ പിന്നെ സർ റൗളണ്ടിനെ കല്യാണം കഴിക്കാം എന്നങ്ങോട്ട് തീരുമാനിക്കുകയാണ് ലേഡി വിഷ്ഫോർഡ്. അപ്പോൾ അതേസമയം ലേഡി വിഷ്ഫോർഡിൻ്റെ വീട്ടിലേക്ക് ലേഡി വിഷ്ഫോർഡിൻ്റെ മകൾ അറബെല്ല, അതായത് മിസ്സിസ് ഫൈനാൾ വരുന്നുണ്ട്. വന്നിട്ട് ഫോയബിളിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് മിസ്സിസ് മാർവുഡ് അവിടെ ഉള്ള കാര്യം ഇവർക്ക് അറിയില്ല. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ അവിടുത്തെ ക്ലോസറ്റിൽ ഒളിച്ചിരിക്കുകയാണ് മാർവുഡ്. അങ്ങനെ മാർവുഡ് ഫോയബിളും മിസ്സിസ് ഫൈനാൾ അതായത് അറബെല്ല, ലേഡി വിഷ്ഫോർഡിൻ്റെ മകളായിട്ടുള്ള അറബെല്ലയും സെർവൻ്റായിട്ടുള്ള ഫോയബിളും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ മിറബലിൻ്റെ പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ വരുന്ന സർ റൗളണ്ട് ഇന്ന ആളാണെന്നൊക്കെ മിറബൽ പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഫോയബിളായിട്ട് ഡിസ്കസ് ചെയ്യണം. കാരണം ഇപ്പം ഫോയബിളിൻ്റെ ഹസ്ബൻഡാണല്ലോ ഈ വേഷം മാറി വരുന്ന സെർവൻ്റായിട്ടുള്ള വെയ്റ്റ്വാൾ. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലൊരു സാധാരണ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. സാധാരണ നോർമലായിട്ട് അത് സംസാരിക്കുകയാണ്. അപ്പോൾ അത് ഒളിച്ച് നിന്ന് കേൾക്കുകയാണ് മിസ്സസ് മാർവുഡ്. മിസ്സസ് മാർവുഡ് അപ്പം തന്നെ ഈ കാര്യമൊക്കെ വിളിച്ചിട്ട് മിസ്റ്റർ ഫൈനാളിനോട് പറയുകയാണ്, ഇങ്ങനൊരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് മിസ്റ്റർ ഫൈനാളിനോട് പറയുകയാണ്. അപ്പോൾ മിസ്റ്റർ ഫൈനാളും മിസ്സസ് മാർവുഡും കൂടെ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് അനുകൂലമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ മിസ്സിസ് മാർവുഡ് ഒരു ലെറ്റർ എഴുതുകയാണ് ലേഡി വിഷ്ഫോർഡിന്. ഈ ഒരു പ്ലോട്ടിനെ കുറിച്ചൊരു ലെറ്റർ എഴുതി അയക്കുകയാണ്. പക്ഷേ വിഷ്ഫോർഡിൻ്റെ വീട്ടിലുള്ള സെർവൻ്റായിട്ടുള്ള ഫോയബിൾ അത് ലേഡി വിഷ്ഫോർഡിനെ കൺവിൻസ് ചെയ്യും, ഇത് മിറബലിൻ്റെ പ്ലാനാണ്, നിങ്ങൾ തമ്മിൽ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്കിളിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് കുറേ സ്വത്ത് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മിറബലിൻ്റെ പ്ലാനാണ്, നിങ്ങൾ ഈ ലെറ്ററിൽ വീഴരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ കൺവിൻസ് ചെയ്യും, ലേഡി വിഷ്ഫോർഡിനെ കൺവിൻസ് ചെയ്യും. അങ്ങനെ അവസാനത്തെ ആക്റ്റിൽ കാണിക്കുന്നത് ലേഡി വിഷ്ഫോർഡിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവാണ്. അതായത് സർ റൗളണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ അടുത്ത് വന്ന് സ്നേഹം കാണിച്ച ആൾ മിറബലിൻ്റെ സെർവൻ്റായിട്ടുള്ള വെയ്റ്റ്വാൾ ആണെന്നും താൻ അവരുടെ ചീറ്റിങ്ങിൽ വീണ് പോയതാണെന്നുള്ളത് ലേഡി വിഷ്ഫോർഡിന് മനസ്സിലാവണം. അങ്ങനെ ആകെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുമ്പം മിസ്റ്റർ ഫൈനാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ആംഗ്രി ആയിട്ട് സംസാരിക്കുകയാണ്. കാരണം ഈ ഒളിച്ചു നിന്ന് കേട്ട സമയത്ത് ഈ പ്ലോട്ട് മാത്രമല്ല, ഇതിനു മുമ്പ് മിറബലുമായിട്ട് തനിക്കുണ്ടായിരുന്ന റിലേഷനെ കുറിച്ചിട്ടും ഫോയബിളിനോട് സംസാരിക്കുന്നുണ്ട് അറബെല്ല. കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന റിലേഷനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിസ്സസ് മാർവുഡ് അതുപോലെ പോയിട്ട് മിസ്റ്റർ ഫൈനാളിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെയാണ് ദേഷ്യം കയറിയിട്ടാണ് ഫൈനാൾ വന്നിട്ട് സംസാരിക്കുന്നത്. നിങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു കല്യാണത്തിന് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നില്ലേ മിറബലുമായിട്ട്, ഇങ്ങനൊരു പ്രശ്നം, എന്നിട്ടല്ലേ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ മകളെക്കുറിച്ച് മകളെയും സൊസൈറ്റിയുടെ മുമ്പിൽ ഞാൻ മോശക്കാരിയാക്കും, അതുപോലെ നിങ്ങളും ഇപ്പം നിങ്ങളൊരു സെർവൻ്റുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചു എന്നുള്ള കാര്യം, സെർവൻറ്റിനെ കല്യാണം കഴിക്കാൻ പോവുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അതും ഞാൻ സൊസൈറ്റിയുടെ മുമ്പിൽ പുറത്ത് വിടും. അപ്പം നിങ്ങൾ അമ്മയും മോളെയൊക്കെ ഞാൻ നാറ്റിക്കുന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്താണ്, ബ്ലാക്ക് മെയിൽ ചെയ്യാണ് മിസ്റ്റർ ഫൈനാൾ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാനിങ്ങനെ നിങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശക്കാരാക്കാതിരിക്കാം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മില്ലമെൻറ്റിൻ്റെ ഒരു 6,000 പൗണ്ട്സ് ലേഡി വിഷ്ഫോർഡിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ മില്ലമെൻറ്റിൻ്റെ കല്യാണം നടത്താതിരിക്കുക, എന്നിട്ട് ആ 6,000 പൗണ്ട്സ് ഫൈനാളിന് കൊടുക്കണം, ലേഡി വിഷ്ഫോർഡ് ഫൈനാളിന് കൊടുക്കണം. അത് കൂടാണ്ട് ഫൈനാളിൻ്റെ വൈഫായിട്ടുള്ള അറബെല്ല, അതായത് ലേഡി വിഷ്ഫോർഡിൻ്റെ മകളുടെ പേരിലുള്ള കംപ്ലീറ്റ് സ്വത്തിൻ്റെയും കൺട്രോള് കംപ്ലീറ്റ് ആയിട്ട് ഫൈനാളിന് ഏൽപ്പിക്കണം. 3ാമത്തെ കണ്ടീഷൻ, ലേഡി വിഷ്ഫോർഡ് ഇനി വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടില്ല. സോ ദാറ്റ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓൺലി ഹെയർ ആയിട്ട് ഒരേ ഒരു അവകാശിയായിട്ട് ആര് മാറും, മിസ്റ്റർ ഫൈനാൾ മാറും. അപ്പോൾ ഈ 3 കണ്ടീഷൻ്റെ പുറത്ത് ഞാൻ നിങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരാക്കില്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയാതിരിക്കാം
ഈ ഒരു 3 കണ്ടീഷൻ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്ന് പറയാണ്. അപ്പം ഇത് കേട്ടിട്ട് മിലമൻ്റ് വേഗം പറയും. മിലമൻ്റ് നെവ്യൂ ആയിട്ടുള്ള വിൽഫുൾ വിറ്റ്വുഡുമായിട്ടുള്ള കല്യാണത്തിന് എഗ്രി ചെയ്യും. വിൽഫുൾ വിറ്റ്വുഡിനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വത്ത് ഓട്ടോമാറ്റിക്കലി കല്യാണം കഴിഞ്ഞ സ്വത്ത് ഓട്ടോമാറ്റിക്കലി ഇവരുടെ പേരിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തൻ്റെ 6,000 പൗണ്ട്സ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മിലമൻ്റ് പറയും ഞാൻ വിൽഫുൾ വിറ്റ്വുഡിനെ കല്യാണം കഴിച്ചോളാം എന്ന് പറയും. അപ്പോൾ ഫെയ്നാളിന് മനസ്സിലാവണം ആ 6,000 പൗണ്ട്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായി, അതെന്തായാലും കിട്ടില്ല. അപ്പോൾ ബാക്കി 2 കാര്യങ്ങൾ, അതായത് വൈഫിൻ്റെ പേരിലുള്ള കംപ്ലീറ്റ് സ്വത്തും ഫെയ്നാളിൻ്റെ പേരിലേക്ക് വേണം. അതുപോലെ ലേഡി വിഷ്ഫോർട്ട് ഇനി കല്യാണം കഴിക്കാനും പാടില്ല. ഈ 2 കാര്യങ്ങൾ എന്തായാലും എഗ്രി ചെയ്തേ പറ്റുള്ളൂ എന്ന് ലേഡി വിഷ്ഫോർട്ടിനോട് പറയാണ് മിസ്റ്റർ ഫൈനാൾ. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഒരു എന്താ പറയുക രക്ഷകനെ പോലെ മിറബൽ വരികയാണ് ആ സ്ഥലത്തേക്ക്. അതേ സമയത്ത് തന്നെ നമ്മുടെ മെയ്ഡ്സ് ആയിട്ടുള്ള ഫോയബിളും വിറ്റ്വെല്ലും പറയുന്നുണ്ട്, നിങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളും ഒട്ടും എന്താ പറയുക ഫെയ്ത്ത്ഫുൾ അല്ല ഈ വൈഫിൻ്റെ അടുത്ത്. കാരണം നിങ്ങൾക്കും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് മിസ്സസ് മാർവുഡും ആയിട്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്ന് മെയ്ഡ്സ് പറയാണ്. പക്ഷേ ഫെയ്നാളിന് അതൊരു പ്രശ്നമേ അല്ല. മിസ്റ്റർ ഫെയ്നാൾ പറയണത് എന്നെ നിങ്ങൾ ആ പ്രശ്നം പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ എന്നെ മോശക്കാരനാക്കിക്കോ, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആ ഷെയിം ഏറ്റുക ഞാൻ തയ്യാറാണ്. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങളെയും നിങ്ങളുടെ ഈ അഫെയറുകൾ ഞാൻ പുറത്ത് വിടുമെന്ന് പറയാണ്. അപ്പോൾ മിറബല് വന്നിട്ട് പറയും, ആക്ച്വലി മിറബല് ഈ കല്യാണം തീരുമാനിക്കുന്ന സമയത്ത് മിറബല് ലവറായിരുന്നല്ലോ അറബല്ലയുടെ. അപ്പം അറബല്ലയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും മിസ്റ്റർ ഫെയ്നാളിൻ്റെ ക്യാരക്ടറിൻ്റെ പുറത്തൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്യണമെന്ന് ഡൗട്ടുള്ളത് കൊണ്ട് തന്നെ കല്യാണത്തിന് മുമ്പ് തന്നെ അറബല്ലയുടെ പേരിലുള്ള കംപ്ലീറ്റ് സ്വത്തുക്കളുടെയും കൺട്രോള് മിറബലിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ടാവും ഇവർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അറബല്ലയുടെ പേരിൽ ആക്ച്വലി സ്വത്തുക്കളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇല്ലാത്തൊരു സ്വത്ത് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് ഒഴിവാവണം. അങ്ങനെ മിസ്സിസ് മാർവുഡും മിസ്റ്റർ ഫൈനാളും വളരെ ദേഷ്യപ്പെട്ട് ഇതിനെന്തായാലും ഞങ്ങൾ റിവഞ്ച് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ഫൈനലി ലേഡി വിഷ്ഫോർട്ട് തിരിച്ചറിയാണ് തൻ്റെ ഫ്രണ്ടായിരുന്ന മിസ്സിസ് മാർവുഡും ഒരു ട്രൂ ഫ്രണ്ട് ആയിരുന്നില്ല. അതുപോലെ മിസ്റ്റർ ഫെയ്നാളായിരുന്നു റിയൽ വില്ലൻ. ഈ ഒരു ലൈഫിൽ റിയൽ വില്ലൻ മിസ്റ്റർ ഫെയ്നാളായിരുന്നു. തൻ്റെ മരുമകനായിട്ടുള്ള മകളുടെ ഹസ്ബൻഡായിട്ടുള്ള മിസ്റ്റർ ഫെയ്നാളായിരുന്നു ശരിക്കുള്ള വില്ലൻ എന്ന് ലേഡി വിഷ്ഫോർട്ട് തിരിച്ചറിയാണ്. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുള്ള മിറബലിനോട് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ മറന്നിട്ട് അവർ ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ മിറബലും മിലമൻറ്റും ആയിട്ടുള്ള കല്യാണത്തിന് ഓക്കെ പറയാണ് ലേഡി വിഷ്ഫോർട്ട്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലാണ് ഈ ഒരു സ്റ്റോറി തീരുന്നത്. വേറെ 2 ക്യാരക്ടേഴ്സിനെയും കൂടെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അതായത് വിൽഫുൾ വിറ്റ്വുഡ് ഉണ്ടല്ലോ, നമ്മുടെ ലേഡി വിഷ്ഫോർട്ടിൻ്റെ നെഫ്യൂ ആയിട്ടുള്ള വിൽഫുൾ വിറ്റ്വുഡിന് ഒരു ഹാഫ് ബ്രദർ ഉണ്ട്, ആൻ്റണി വിറ്റ്വുഡ്. അതുപോലെ ആൻ്റണി വിറ്റ്വുഡിനൊരു ഫ്രണ്ടും കൂടിയുണ്ട്, പെറ്റ്യുലൻറ്റ്. ഇവരുടെയൊക്കെ പേരുകൾ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇവർക്കൊക്കെ നമ്മുടെ മിലമൻറ്റിനോട് ഭയങ്കര ഒരു ആരാധനയും സ്നേഹമൊക്കെ ഉണ്ട്. കാരണം മിലമൻ്റ് ആ ഒരു ടൈമിലുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും അട്രാക്ഷൻ തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറായിരുന്നു, ഒരു ഹീറോയിനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് വിൽഫുൾ വിറ്റ്വുഡിൻ്റെ ബ്രദർ ആൻ്റണി വിറ്റ്വുഡ്, പിന്നെ ഫ്രണ്ടായിട്ടുള്ള പെറ്റ്യുലൻറ്റ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് അല്ല. ഓൾറെഡി ഒരുപാട് ക്യാരക്ടേഴ്സും അവരുടെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസും ലവ് ലൈഫും എല്ലാം കൂടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ തോന്നും. പക്ഷേ ഓരോ ക്യാരക്ടേഴ്സിനെയും എഴുതി വെച്ച് അവരായിട്ടുള്ള റിലേഷൻഷിപ്പും എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒന്നും കൂടെ കേൾക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എല്ലാവരും കേട്ട് നോക്കുക.